യെസ്, അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ആണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഡിസ്റ്റൻസ് ആൻഡ് ഹൈറ്റ് എന്ന ഭാഗത്ത് നിന്ന് 5 മാർക്കിന് പബ്ലിക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ആണ് വായിക്കേണ്ടത്. പെൻ വെച്ചോളൂ, ക്വസ്റ്റ്യൻ വായിച്ചോളൂ. എ പേഴ്സൺ എന്ന് പറഞ്ഞാല് ഒരാള് സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ നിൽക്കുന്നുണ്ട് 80 മീറ്റർ എവേ ഫ്രം എ ടവർ എന്ന് പറഞ്ഞാലേ ഇതാണ് ടവർ. ഇതാണ് ടവർ. ഇവിടെ നിന്ന് 80 മീറ്റർ എന്ന് പറഞ്ഞതാ 80 മീറ്റർ എവേ എന്ന് പറഞ്ഞാൽ 80 മീറ്റർ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് കാണുന്നുണ്ട്? എലിവേഷൻ എത്ര ഡിഗ്രിയിൽ കാണുന്നുണ്ട് എന്നറിയോ? 45. റെഡിയാണോ? റെഡിയാണോ? ഓരോ ലൈന് വായിച്ചിട്ട് അതിന് ഫിഗർ വരയ്ക്കുകയാണ് വേണ്ടത്. ഒന്നുകൂടി പറഞ്ഞുതരാം. താഴെയാണ് ഫിഗർ വരയ്ക്കേണ്ടത്. എ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ഒരു ആദ്യം മുതൽ ഒന്നുകൂടി പറയാണ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. എ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരാള് നിൽക്കുന്നുണ്ട് സ്റ്റാൻഡിങ് 80 മീറ്റർ എവേ ഫ്രം എ ടവർ എന്ന് പറഞ്ഞാൽ ഇതാണ് ടവർ. ഇവിടെ നിന്ന് 80 മീറ്റർ 80 മീറ്റർ ഇപ്പുറത്താണ് നിൽക്കുന്നത്, അവിടെ നിൽക്കുന്നത്. എന്നിട്ട് എന്ത് കാണുന്നുണ്ട്? ടവർ എത്ര ഡിഗ്രിയിൽ കാണുന്നുണ്ട്? 45 ഡിഗ്രിയിൽ കാണുന്നുണ്ട്. ഫ്രം ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇപ്പൊ നിൽക്കുന്നത് സ്ഥലം ഇതാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അനേതർ പേഴ്സൺ ഉണ്ട്, വേറൊരാളുണ്ട്. അയാൾ ടവർ കാണുന്നത് എത്ര ഡിഗ്രിയിലാണെന്ന് അറിയോ? 50 ഡിഗ്രിയിൽ. ഫിഗർ ആണ് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങളിപ്പോ നേരത്തെ എല്ലാ ക്വസ്റ്റ്യനിലും ഒരു ഫിഗർ വരച്ചാൽ മതിയോ എന്ന് ചോദിച്ചില്ലേ? അതിന്റെ ഉത്തരം ഇതാണ്. പല ക്വസ്റ്റ്യനിലും പല ഫിഗർ ആണ്. മനസ്സിലായോ? യെസ്. നേരെ നോക്കിയിരുന്നോളൂ. ആദ്യത്തെ ഡിഗ്രി എത്രയാണ്? പറഞ്ഞ 45. എത്ര മീറ്റർ ഇപ്പുറത്താണ് നിൽക്കുന്നത്? 80 മീറ്റർ. രണ്ടാമത്തെ ഡിഗ്രി എത്രയാണ്? 50. എത്ര വേറെ ഒന്നും തന്നിട്ടില്ല. ഇവിടെ 90. ഇതല്ലേ തന്നത്? ഇത്രയാണ് തന്ന കാര്യങ്ങള്. ഇനി നേരെ നോക്കിയിരുന്നോളൂ കേട്ടോ. എന്നാലേ മനസ്സിലാവുള്ളൂ. ഇവിടെ 90. ബുദ്ധിമുട്ടില്ലല്ലോ? ഇത് എത്രയായിരിക്കും? ഇവിടെ 45ഉം ഇവിടെ 90 വന്നാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്ത് വരും? 45. സോ നമുക്കറിയാം ഈ 45ന് ഓപ്പോസിറ്റ് 80 ആണെങ്കിൽ ഈ 45ന് ഓപ്പോസിറ്റ് എന്ത് തന്നെയാണ്? 80. എ ക്വസ്റ്റ്യൻ ഇത് ഫിഗർ വരക്കാനായിരുന്നു. ബി ക്വസ്റ്റ്യൻ വെരി സിമ്പിൾ ആയിട്ട് കിട്ടി. ടവറിന്റെ ഹൈറ്റ് എന്താണെന്ന് 80. ഇത്രയും സിമ്പിൾ ആണ്. മനസ്സിലായോ? ഇങ്ങോട്ട് നോക്ക്. ഈ 45ന് ഓപ്പോസിറ്റ് 80 ആണെങ്കിൽ ഈ 45ന് ഓപ്പോസിറ്റ് 80. അത്രയും സിമ്പിൾ ആയിട്ട് കിട്ടി. ഇനി ഞാൻ സി ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്താണെന്ന് നേരെ നോക്കൂ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പേഴ്സൺ എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കൂ. ദാദാ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പേഴ്സൺ എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ? സോ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചതാ ഇയാളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അതിലിതാ ഈ ഡിസ്റ്റൻസ് കാണണ്ടേ. സോ ഞാൻ ചെയ്യുന്ന നോക്കിക്കോളൂ കേട്ടോ. ഞാൻ 2 മെത്തേഡ് ചെയ്യുന്നുണ്ട്. ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് സൗകര്യം അതാണ് ചെയ്യേണ്ടത്. നേരെ നോക്കിക്കോളൂ. ഇത് 50. ഞാൻ ആദ്യം എഴുതണ്ടോ? എഴുതരുത്. ഞാൻ പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ഒരാളും എഴുതരുത്. 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കാണണം. എന്ത് തന്നിട്ടുണ്ട്? അഡ്ജസന്റ് ആണ് തന്നിട്ടുള്ളത്. എടാ ഒന്ന് പറഞ്ഞ എന്താ തന്നിട്ടുള്ളത്? അഡ്ജസന്റ് പറഞ്ഞതിന്റെ അടുത്തുള്ളതിനെ പറയുന്ന പേരാണ് അഡ്ജസന്റ്. 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കാണണം. എന്ത് തന്നിട്ടുണ്ട്? 50 ഡിഗ്രിക്ക് എന്ത് തന്നിട്ടുണ്ട്? അഡ്ജസന്റ് തന്നിട്ടുണ്ട്. ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം? ഓപ്പോസിറ്റും അഡ്ജസന്റും ഉള്ള ഇക്വേഷൻ ഏതാ? ഓപ്പോസിറ്റും അഡ്ജസന്റും ഏതാണ്? ടാൻ. സോ ഞാൻ ചെയ്യുന്ന നോക്കിക്കോളൂ കേട്ടോ. എല്ലാത്തിലും സൈൻ അല്ലേ വരിക. ഓക്കെ. ഓപ്പോസിറ്റ് അഡ്ജസന്റ് ഇക്വേഷൻ ഏതാണ്? 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് തന്നിട്ടുണ്ട്. 50 ഡിഗ്രിക്ക് അഡ്ജസന്റ് ആണ് കാരണം ഈ പേഴ്സണും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇതറിയണ്ടേ? സോ ഞാൻ വെറുതെ എഴുതരുത് കേട്ടോ. ഞാൻ എഴുതുന്ന നോക്കിക്കോളൂ. ടാൻ 50 എന്ന് എഴുതി. ഞാൻ ഇത് തെറ്റാണ്. എഴുതണ്ട. ടാൻ 50 ഈക്വൽ ടു നമ്മൾ എക്സാമിന് ഇങ്ങനെ എഴുതും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരികയാണ്. ടാൻ 50 ഈക്വൽ ടു ഒന്ന് പറഞ്ഞ 80 ബൈ അഡ്ജസന്റ്. ഞാൻ ഇവിടെ ഒരു പേര് കൊടുക്കുകയാണ് ABC. ഏത് അഡ്ജസന്റ്? BC. അപ്പൊ ഇതിനെ എങ്ങനെ കാണുക? BC നോക്കിക്കോട്ടോ.
ബി സി അങ്ങോട്ട് പോയി, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാം. ബി സി ഇസ് ഈക്വൽ ടു 80/tan50 അല്ലേ? സോ 80 ഞാൻ എഴുതി. tan50 എത്രയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും തന്നിട്ടുണ്ടാവും. 1.19. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് 1.18നെ 1.19 ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന കേസുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇവിടെയാണ് നിങ്ങളെ ബുദ്ധി നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. നേരെ നോക്കിക്കോ, ഇവിടെ 50, ഇവിടെ 90, ഇവിടെ എത്ര കാര്യം വരിക? 40. tan40 വെച്ചിട്ടൊന്ന് ചെയ്തു. ഒരു സംഭവം റിസ്ക് ആണെങ്കിൽ അതിന്റെ മുകളിലുള്ള മെഷർമെന്റ് വെച്ച് ചെയ്ത് നോക്കുക. സോ ഇത് സിമ്പിൾ ആയിട്ട് ഞാൻ ചെയ്യാണ്. സി ക്വസ്റ്റ്യൻ പറഞ്ഞോ. tan40 അല്ലെ? tan40 പറഞ്ഞ ഓപ്പോസിറ്റ് ആരാണ്? ബി സി അല്ലേ? അല്ലേ? 40യുടെ ഓപ്പോസിറ്റ് ബി സി അല്ലേ? അഡ്ജസന്റ് ആരാ? 80. കണ്ടോ? 80. കേട്ടോ, ഈസി ആയിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റൂലേ? സോ എങ്ങനെ ചെയ്യാം? ബി സി ഇൻറ്റു ആരുമില്ല, എന്തെഴുതാം? ബി സി. ക്ലിയർ ആണോ? ദെൻ tan40 ഇൻറ്റു 80. മനസ്സിലായോ? ഈ tan40നെ ഏതോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 80. tan40 എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും? tan40 എത്രയാണ്? tan40 tan40 ഏതാണ്? 0.84 അല്ലെ? 0.84 ഇൻറ്റു 80 എത്രയാണ്? 0.84 ഇൻറ്റു 80 മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടും. 84 ഇൻറ്റു 80 മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടും. 84 ഇൻറ്റു 80 മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടും. ഇങ്ങനെ കാര്യം കിട്ടുക. ഞാൻ ജസ്റ്റ് എഴുതുകയാണ്. 6720 കാര്യം കിട്ടുക. 2 പോയിന്റ് മാറ്റി ഇടുന്നത് കൊണ്ട് 67.20 കിട്ടും. അതാണ് ഈ മെഷർമെന്റ്. 67.2 അല്ലെ? സോ നമ്മളോട് എ സി എന്ന് പറഞ്ഞ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത് അല്ലെ? ടോട്ടൽ അല്ലേ നമുക്ക് കാണേണ്ടത്? അല്ലടാ. അപ്പൊ എങ്ങനെ ഇതിന്റെ ടോട്ടൽ കാണുക? 80 പ്ലസ് 67.2 സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ 80 പ്ലസ് 67.2 ആഡ് ചെയ്ത് നോക്കുക. മൾട്ടിപ്ലൈ അല്ല, ആഡ് ചെയ്ത് നോക്കുക. സോ ആൻസർ കിട്ടും 147.2. ഒന്നും കൂടി പറയാം. എന്തുകൊണ്ടാ tan50 ചെയ്യാതിരുന്നത്? അത് ഡിവൈഡ് ചെയ്യുമ്പോ നോക്കണ്ടോ, 80/1.19 കിട്ടും. അപ്പൊ ഈ 80നെ 1.19 തൊട്ട് ഡിവൈഡ് ചെയ്ത് ടാസ്ക് ആവും. ഇങ്ങനെ ടാസ്ക് ആവുന്ന സമയത്തെ ഇപ്പൊ ഈ 50 എടുത്ത് ചെയ്തപ്പോ ടാസ്ക് ആയി. അപ്പൊ നമ്മൾ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഏത് വെച്ച് ചെയ്യാം? 40 വെച്ച് ചെയ്യാം. ഏത്? രണ്ട് സംഭവം ഉണ്ടാവും. രണ്ട് വെച്ചിട്ടും ചെയ്യാം. ഒന്ന് സിമ്പിൾ ആവും, ഒന്ന് എന്താവും? ടഫ് ആവും. അപ്പൊ ഇതിൽ ഏതാണ് സിമ്പിൾ നോക്കുക. മനസ്സിലായോ? എപ്പോഴും മുകളിൽ ഉണ്ടെങ്കിൽ മുകളിലത്തെ സിമ്പിൾ. മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഈ മെഷറും അവസാനം ആഡ് ചെയ്തത്? ടോട്ടലാണ് കാണേണ്ടത്. ക്ലിയർ അല്ലേ? സോ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. വേഗം പഠിച്ചോളൂ.